ഹായ് 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 നമ്മുടെ LSS എക്സാമിന് പ്രധാനപ്പെട്ട ചില പാറ്റേൺ നമുക്ക് നോക്കിയാലോ. ഈ പാറ്റേണുകളൊക്കെ നമുക്ക് ചെറുതായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പാറ്റേൺ ആണ്. നമുക്ക് പെട്ടെന്ന് എന്തായാലും ഈ ചോദ്യത്തിലോട്ട് കിടക്കുക. ഇതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ഇവിടുത്തെ ആദ്യത്തെ 3 നമ്പർ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള 2 നമ്പറുകൾ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. ബാക്കിയുള്ള 2 നമ്പറുകളാണ് നമ്മൾ എഴുതേണ്ടത്. ബാക്കിയുള്ള 2 നമ്പറുകൾ എന്തായിരിക്കും നമുക്ക് നോക്കിയാലോ. ഇവിടെ നോക്കേ, നമ്മൾ സാധാരണ നോക്കുക എന്താ വെച്ചാൽ ഇതിന് ഏറ്റവും മുമ്പിൽ 33. ആഹാ, കൊള്ളാലോ. അപ്പൊ അടുത്തതിൻ്റെയും ഏറ്റവും മുമ്പിൽ എന്താ 33 ആണ്. അടുത്തതിൻ്റെയും ഏറ്റവും മുമ്പിൽ എന്താ 33 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത നമ്പറിന്റെയും ഏറ്റവും മുമ്പിൽ 33 നമ്മൾ വിചാരിക്കും. അവിടെയാണ് നമുക്ക് തെറ്റുക. ഈ പേജിൽ അങ്ങനെയല്ല കണ്ടെത്തുക. കാരണം ഒരു പ്രശ്നമുണ്ട്. ഇവിടെ 33, ഇവിടെ 33, ഇവിടെ 33. ഓക്കെ, അങ്ങനെ ഇവിടെ നോക്കി, ഇവിടെ 45. അടുത്തെന്താ വന്നത് 25. അതായത് 45 20 കുറഞ്ഞാലാണ് 25 വരിക. അടുത്തെന്താ വന്നത് 5. അതായത് 25 20 കുറഞ്ഞാലാണ് 5 വരിക. അപ്പൊ അടുത്തെന്താ, അപ്പൊ ആദ്യം 45 20 കുറഞ്ഞു, പിന്നെ 25 20 കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൽ നിന്ന് 20 കുറയേണ്ടി വരും അല്ലേ. 5 20 കുറയ്ക്കാൻ വേണ്ടി കഴിയൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇന്നത്തെ അങ്ങനെയല്ല കാണുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുഴുവൻ നമ്പർ എടുക്കണം. 3345 നിന്ന് ഏത് നമ്പർ കുറഞ്ഞാലാണ് 3325 ആവാന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 3345 3325 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 കിട്ടും. അതായത് ഇതിൽ നിന്ന് 20 കുറഞ്ഞാലാണ് എന്താവുക, ഈ നമ്പർ ആവുക. അടുത്തൊന്നും ഇതുപോലെ തന്നെ നോക്കിയാൽ ഇതിൽ നിന്ന് 20 കുറഞ്ഞാലാണ് എന്താവുക, ഈ നമ്പർ ആവുക. അപ്പൊ നമുക്ക് മനസ്സിലായി 20 കുറഞ്ഞാണ് ഈ പാറ്റേൺ പോകുന്നതെന്ന്. അപ്പൊ അടുത്ത നമ്പർ എന്തായിരിക്കും വരിക? അടുത്ത വീണ്ടും 3305 നിന്ന് 20 കുറഞ്ഞാണ് വരിക. 3305 നിന്ന് 20 കുറയണം അല്ലേ. 3305 ഒരു 10 കുറഞ്ഞാൽ 3395, ഒരു 10 കൂടെ കുറഞ്ഞാൽ 3385. അപ്പൊ 10 10, അതായത് 3305 നിന്ന് 20 കുറഞ്ഞാൽ 3285 ആണ് ഉത്തരം വരിക. അപ്പൊ ഇനി അടുത്ത നമ്പർ എന്തായിരിക്കും? ഇതെന്താ കുറഞ്ഞത്? 20 കുറഞ്ഞ് പോവാൻ നമുക്ക് മനസ്സിലായി അല്ലേ. അടുത്ത വീണ്ടും ഇതിൽ നിന്ന് എന്ത് കുറയണം? ഇതിൽ നിന്ന് വീണ്ടും ഒരു 20 കുറഞ്ഞായിരിക്കും അടുത്ത നമ്പർ വരിക. അപ്പൊ ഇതിൽ നിന്ന് 20 കുറഞ്ഞാൽ എന്താ വരിക? 3265 എന്ന് വരും. അപ്പൊ 20 കുറഞ്ഞ് ഇങ്ങനെ പോകുന്ന നമ്പറുകളാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ആൻസർ കണ്ടെത്തേണ്ടത് നമുക്ക് മനസ്സിലായി. അപ്പൊ എല്ലാ പാറ്റേണിലും ഇതുപോലെ മുമ്പത്തെ രണ്ട് നമ്പർ അങ്ങനെ മാത്രം നോക്കിയിട്ട് ഉത്തരം കണ്ടെത്താൻ വേണ്ടി കഴിയില്ല നമുക്ക് എല്ലാ പാറ്റേണിലും. അപ്പൊ ആ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് അടുത്തൊരു പാറ്റേൺ കൂടെ ഞാൻ കാണിക്കുകയാണ്. 6743, 6632, 6521, 6410. ഇതും അതേപോലെ നമ്മൾ നോക്കുക. ഇവിടെ നോക്കിയാൽ ഇതിന്റെ ഏറ്റവും മുമ്പിൽ എന്താ 67, പിന്നെ തൊട്ട് ബാക്കിൽ എന്താ 66, 67 1 കുറച്ചാൽ 66. പിന്നെ അടുത്ത നമ്പറിന്റെ ഏറ്റവും മുമ്പിൽ 65 66 1 കുറച്ചാൽ 65. അടുത്ത നമ്പറിന്റെ ഏറ്റവും മുമ്പിൽ എന്താ 64 എന്താണ് 65 1 കുറച്ചാൽ 64. അപ്പൊ ഏറ്റവും മുമ്പത്തെ 2 നമ്പറുകളെ ഒന്ന് കുറഞ്ഞു പോകുന്ന രൂപത്തിലാണ് നമ്മൾ വിചാരിക്കും. അപ്പൊ അടുത്തതിൽ അങ്ങനെയാണെങ്കിൽ വരിക 63 ആണെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. പക്ഷെ ഇതിലും എപ്പോഴും അങ്ങനെ വർക്ക് ചെയ്യില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ബാക്കിയുള്ള നമ്പർ നോക്കുമ്പോൾ ഇവിടെ 43 അല്ലേ, ഇവിടെ 32, ഇവിടെ 21, ഇവിടെ 10. ഇതെന്താ പ്രശ്നം? 43 11 കുറഞ്ഞാൽ 32, 32 11 കുറഞ്ഞാൽ 21, 21 നിന്ന് 11 കുറഞ്ഞാൽ 10. ഇന്നടുത്ത് എന്താ 10 11 കുറയണം. 10 11 കുറയ്ക്കാണ്ട് കഴിയൂല. അപ്പൊ ഈ പേജനും അതുപോലെ വർക്ക് ചെയ്യില്ല. ഇതിലും നമ്മൾ മുഴുവനായിട്ടുള്ള നമ്പർ നോക്കണം. 6743 6632 ആവാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കണം നമ്മൾ നോക്കണം. എന്താ സംഭവിക്കാൻ അറിയോ? ഇതിൽ നിന്ന് 111 കുറഞ്ഞാലാണ് എന്താവുക, ഈ നമ്പർ ആവുക. അതുപോലെ വീണ്ടും 6632 നിന്ന് 111 കുറഞ്ഞാലാണ് എന്താവുക, ഈ നമ്പർ ആവുക. അതുപോലെ ഇതിൽ നിന്ന് വീണ്ടും ഒരു 111 കുറഞ്ഞാലാണ് എന്താവുക, അടുത്ത ഈ നമ്പർ ആവുക. അപ്പൊ 111 വീതം ഇങ്ങനെ കുറഞ്ഞു പോവാണ്. അപ്പൊ ഇതിൽ എന്ത് വേണം? 111 കുറയണം. അപ്പൊ 6410 നിന്ന് 111 കുറഞ്ഞാൽ എന്താണ് വരിക? 0 കുറയ്ക്കാണ്ട് കഴിയില്ല. തൊട്ടുമുമ്പ് കടയെടുക്കും. 1 കടയെടുത്താൽ 1 0 ആവും. പിന്നെ കടയെടുത്ത് 1 ഇങ്ങോട്ടാണ് വരുന്നത്. ഈ 0 മുമ്പിലോട്ട് ഇവിടെ 10 ആവും. 10 കുറച്ചാൽ 9. ഇവിടെ എന്താ ബാക്കി? ഇവിടെ 0 ആണ് ബാക്കി. 0 കുറയ്ക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ തൊട്ടുമുമ്പ് കടയെടുക്കും. ഇവിടെ 3 ആവും, ഇവിടെ 10 ആവും. 10 കുറച്ചാൽ 9, 3 കുറച്ചാൽ 2, 6 നേരെ താഴോട്ട് ഇറക്കി ചെയ്തു. ഇവിടെ എന്താ വന്നത്? 6299 ആണ് ഇവിടെ വരേണ്ടത്.
അപ്പോൾ ഏറ്റവും മുമ്പത്തെ 2 നമ്പർ മാത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ 67, 66, 65, 64, ഇവിടെ 63 വരേണ്ടത്, ഇവിടെ 62 വന്നത്. അപ്പോൾ ഏറ്റവും മുമ്പത്തെ 2 നമ്പർ മാത്രം അല്ലെങ്കിൽ ഏറ്റവും മുമ്പത്തെ 1 നമ്പർ മാത്രം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഉത്തരം കിട്ടണമെന്നില്ല. അപ്പോൾ ആ രൂപത്തിലും കൂടെ പാറ്റേണുകൾ ആലോചിക്കുക. അപ്പോൾ ഇതിൽ നിന്നെന്താ വീണ്ടും 111 കുറഞ്ഞതായിരിക്കും അടുത്ത നമ്പർ. 6299 എന്ന് 111 പറഞ്ഞാൽ എന്താ 6188 എന്നുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെ വേണം ചില പാറ്റേണിൻ്റെ ഉത്തരം കണ്ടെത്താൻ. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക കേട്ടോ. ഇതുപോലെ പല ചോദ്യങ്ങളുണ്ടായിരിക്കും. ഇത് കുറച്ച് സിമ്പിൾ ആയിരുന്നില്ലേ, ഇതിനേക്കാൾ ടഫായിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. നമ്മളെ LSS എക്സാമിന് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രൂപത്തിലുള്ള പല ചോദ്യങ്ങളും നമ്മളെ എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതും? പ്രത്യേകിച്ച് നമ്മളെ പുറത്തുനിന്നൊന്നും ഈ സ്കൂളിലോട്ട് വേറെ ആൾക്കാർ വന്ന് ക്ലാസ് തരൂല നമ്മൾ LSSന്. അതൊക്കെ ഇപ്പോൾ എന്താക്കിയിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലാസ്സുകൾ ഇനി എങ്ങനെ കിട്ടും? എനിക്കാണെങ്കിൽ USSൻ്റെ കോച്ചിങ്ങിന് പോകാനൊന്നും പൈസ ഇല്ല എന്ന് വിചാരിക്കുന്ന കുറേ മക്കളെ മാഷിനറിയാം. ഓരെല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സൗകര്യത്തോടു കൂടി, ഇതിനേക്കാൾ അപ്പുറം സൗകര്യം നിങ്ങൾക്ക് ഹെൽത്തിൽ ഏത് ട്യൂഷൻ സെൻറ്ററിൽ നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളോട് കൂടി നമ്മുടെ എജുപോർട്ട് നിങ്ങൾക്ക് അതിനാണ് നമ്മുടെ LSS ബൂം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ക്ലാസ് ഓൺലൈനാണ്, എപ്പം വേണമെങ്കിലും കാണാം, ലൈവായിട്ടുണ്ടായിരിക്കും. ഓരോ ടോപ്പിക്കുകൾ കഴിഞ്ഞാലും അതിനനുസരിച്ച് ചില ചോദ്യങ്ങളുണ്ടായിരിക്കും, മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതായത് സൗകര്യത്തിന് ഒട്ടും കുറവില്ല. പക്ഷെ പൈസയോ 299 രൂപ. നമ്മൾ ആദ്യത്തെ 299 പേർക്കായിരുന്നല്ലേ പറഞ്ഞത്. നമ്മുടെ ക്ലാസ് ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. 299 നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. പക്ഷേ ഒരുപാട് മക്കൾ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾ അന്നേരം കണ്ടിട്ടില്ലായിരുന്നു, ഈ ബാച്ചിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരും പറയുന്നതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് എക്സാം കഴിയുന്നത് വരെ എനിക്കിത് ഈ ബാച്ച് ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങണം. നമ്മുടെ മുമ്പിൽ ആപ്പാടെ 2 മാസങ്ങളേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ക്ലാസ് ആയിരിക്കും നമ്മുടെ എജുപോർട്ടിൻ്റെ ബൂം ബാച്ചിൽ കിട്ടുക. ഇത് ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടവർക്കൊക്കെ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി. നിങ്ങൾ എന്തായാലും തിരിച്ചു വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറയാതെ നമ്മുടെ LSS ബൂം ബാച്ചിൽ ജോയിൻ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. വെറും 299 രൂപയ്ക്ക് നിങ്ങൾക്ക് 10,000 കൊടുത്താൽ കിട്ടുന്ന അത്രയും സൗകര്യങ്ങളോട് കൂടിയുള്ള നമ്മുടെ LSS ബൂം ബാച്ച്, അതും എജുപോർട്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ബൂം ബാച്ചിൻ്റെ ക്ലാസ്സിലും അതുപോലെ തന്നെ യൂട്യൂബിലുള്ള ചെറിയ ഇതുപോലെ ഷോർട്ട് വീഡിയോകളായിട്ട് ചെറിയ ലൈവുകളൊക്കെ ആയിട്ട് കാണാം. എല്ലാവർക്കും LSS കിട്ടട്ടെ കേട്ടോ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.